യഹസ്കേലിൻ്റെ പുസ്തകം 37 അധ്യായം 1 ഇങ്ങനെ പറയുന്നു: യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഉണങ്ങിയ അസ്ഥിത്താഴ്വര പോലുള്ള ഇത്തരം സാഹചര്യത്തിലൂടെ നമ്മെ കൊണ്ടുപോകും. ഉണങ്ങിയ അസ്ഥിത്താഴ്വര എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ചില സാഹചര്യത്തെയാണ് ഉണങ്ങിയ അസ്ഥിത്താഴ്വരയെ കാണിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ദൈവമാണ് നിങ്ങളെ അവിടെ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ പുതുക്കവും മാറ്റവും സംഭവിക്കുന്നത് ഇതുപോലെയുള്ള അസ്ഥിത്താഴ്വരയുടെ മധ്യയാണ്. യഹസ്കേലിൻ്റെ പുസ്തകം 37 അധ്യായം 3 പറയുന്നു: അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവേ, കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്: നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞെരുമ്പുകളെ വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും നിങ്ങൾ ശപിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾ ജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങളിലൂടെ ദേശത്തിനും അവിടുത്തെ ജനത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാനിടയാകുകയുള്ളൂ. ദൈവം നിങ്ങളെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിലൂടെ നയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ കർത്താവിന് ചെയ്തെടുക്കുവാനാണ്. ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് ജയിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ യുദ്ധത്തെ ജയിക്കേണ്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായം 1 ഇങ്ങനെ പറയുന്നു: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. കർത്താവായ യേശുവിനെ പരിശുദ്ധാത്മാവ്
വരണ്ട അനുഭവമാകുന്ന മരുഭൂമിയിലേക്ക് നയിച്ചു. എന്നാൽ യേശു അവിടെ നിന്ന് മടങ്ങി വന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാണ്. നിങ്ങൾ ജീവിതത്തിലെ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും നടുവിൽ പ്രശ്നങ്ങളെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്വയമായി ജയിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തിയോടെയും ജയത്തോടെയും നിങ്ങൾ പുറത്തു വരുവാൻ ഇടയാകുന്നത്. പിന്നെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അധികം പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ നടുവിലാണ്. ദൈവം നിങ്ങളെ ഏകാന്തതയിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളെ തകർക്കുവാനല്ല, നിങ്ങൾ ദൈവശക്തിയോടെ പുറത്തു വരുവാനാണ്.